ഫുട്ബോൾ ലോകകപ്പിന് വരവേറ്റ് കോഴിക്കോട് തോട്ടുമുഖത്ത് ഫാൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ബ്രസീലും അർജന്റീനയും പോർച്ചുഗലുമെല്ലാം മത്സരിച്ചുവെങ്കിലും വമ്പന്മാരെ തളയ്ക്കാൻ ഇന്ത്യ കളത്തിലിറങ്ങിയത് വേറിട്ട കാഴ്ചയായി. ഫുട്ബോൾ ലോകകപ്പ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ബ്രസീലും അർജന്റീനയും പോർച്ചുഗലും ഒക്കെയാണ്. എന്നാൽ ഈ വമ്പന്മാർക്കിടയിലേക്ക് ഒരു കൊമ്പൻ എത്തിയാലോ? അതാണ് കോഴിക്കോട് തോട്ടുമുഖത്ത് നടന്ന ഫാൻസ് വേൾഡ് കപ്പിലെ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം. അർജന്റീനയും ബ്രസീലും എല്ലാം കളം നിറഞ്ഞെങ്കിലും ഗാലറിയിലും മൈതാനത്തും ഏറ്റവും കൂടുതൽ ആർപ്പുവിളികളും കയ്യടികളും ഉയർന്നത് ഇന്ത്യ എന്ന ആ ഒറ്റ പേരിനായിരുന്നു. തോട്ടുമുഖം സ്കൂളിലെ ടീം ഇന്ത്യൻ ജേഴ്സിയിൽ പന്തുരുട്ടിയപ്പോൾ കണ്ടുനിന്ന നാട്ടുകാരുടെയും കുട്ടികളുടെയും ഉള്ളിലെ യഥാർത്ഥ ഫുട്ബോൾ പ്രേമം ഉണർന്നു. ഒരു ഹോപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. എന്തെങ്കിലും ഒരു കാലത്ത് ഇന്ത്യ നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടി ഇന്ത്യ പ്ലേ ചെയ്യുന്ന ഒരു ഹോപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇതിന്റെ കൂടെ അത്ര ആവേശത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. ആവേശകരമായ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് അർജന്റീനയും ബ്രസീലിനെ പരാജയപ്പെടുത്തി പോർച്ചുഗലും ഫൈനലിലെത്തി. കലാശ പോരാട്ടത്തിൽ കിരീടം ചൂടിയത് അർജന്റീനയായിരുന്നു. പ്രശസ്ത മോഹൻ ബഗാൻ താരം ഉമർ മുക്താറാണ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കപ്പില്ലെങ്കിലും കാണികളുടെ മനസ്സ് നിറച്ചാണ് തോട്ടുമുഖത്തിന്റെ ഇന്ത്യൻ പട ഗ്രൗണ്ട് വിട്ടത്. അമൃത ന്യൂസ്, കോഴിക്കോട്.